ഇറാൻ അമേരിക്കയെ ചതിച്ചു കൊല്ലുകയാണ്. ഇറാന്റെ ചതി അറിയാതെ അമേരിക്ക തങ്ങളുടെ ആവനാഴിയിലെ മുഴുവൻ ആയുധങ്ങളും എടുത്ത് ഉപയോഗിക്കുന്നു. വളരെ ചെറിയ ചെലവിൽ നിർമ്മിക്കുന്ന ഇറാന്റെ ഡ്രോണുകളെയും മിസൈലുകളെയും പ്രതിരോധിക്കാൻ അമേരിക്ക ചെലവഴിക്കുന്നത് ബില്യൺ കണക്കിന് രൂപയാണ്. ഒരു ഡ്രോണിനെ തടഞ്ഞിടാൻ അമേരിക്ക ഉപയോഗിക്കുന്ന ഒരു പ്രതിരോധ മിസൈലിന് അമേരിക്കക്ക് കോടികൾ ചെലവ് വരും. ഒരു ഇറാൻ മിസൈൽ അല്ലെങ്കിൽ ഡ്രോൺ അയക്കാൻ ഇറാന് ചെലവ് വരുന്നത് 5 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയാണ്. എന്നാൽ അത് തടയാൻ അമേരിക്കയ്ക്ക് വരുന്നത് പാട്രിയറ്റ് മിസൈലാണെങ്കിൽ 30 മുതൽ 35 കോടി വരെയും, താഡ് മിസൈലാണെങ്കിൽ ഒരു മിസൈലിന് ഏകദേശം 100 കോടി വരെയും, ഇനി യുദ്ധക്കപ്പലുകളിൽ നിന്ന് വിക്ഷേപിക്കുന്ന SM-3 മിസൈലുകളാണെങ്കിൽ ഒരു മിസൈലിന് വരുന്ന ചിലവ് 200 കോടിക്ക് മുകളിലുമാണ്. ചുരുക്കത്തിൽ ഇറാന്റെ 10 ലക്ഷം വിലയുള്ള ഒരു ഡ്രോൺ തകർക്കാൻ അമേരിക്കക്ക് 100 കോടിയെങ്കിലും ചിലവിടേണ്ടി വരും. ഇറാൻ തങ്ങളുടെ കൈകളിലുള്ള ഏറ്റവും തീവ്രത കുറഞ്ഞ മിസൈലുകളും ഡ്രോണുകളും ആദ്യം ഉപയോഗിച്ച് തീർക്കുന്നത് അമേരിക്കയുടെ പ്രതിരോധ മിസൈലുകൾ തീർക്കുന്നതിന് വേണ്ടിയാണ്. ഒപ്പം അമേരിക്ക സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇറാൻ ചെയ്യുന്നത് ചതിയാണെന്നറിഞ്ഞാലും അമേരിക്കക്ക് ഇറാന്റെ ഡ്രോണുകളെയും മിസൈലുകളെയും പ്രതിരോധിക്കാതിരിക്കാൻ നിർവാഹമില്ല. അമേരിക്കയുടെ ആയുധശേഖരം ഗണ്യമായി കുറയുന്നു എന്നതിൻ്റെ തെളിവാണ് അമേരിക്കൻ പ്രസിഡന്റ് ആയുധ കമ്പനികൾക്ക് നൽകിയ നിർദ്ദേശം. 4 ഷിഫ്റ്റുകളിലായി ഉൽപ്പാദനം ആകുന്നത്ര വർദ്ധിപ്പിക്കാനാണ് ട്രംപ് ആയുധ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിനിടയിൽ അമേരിക്കയുടെ മിസൈൽ വേദ സംവിധാനങ്ങളെ ഇറാൻ ആക്രമിച്ചെന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. ജോർദാനിലെ അമേരിക്കയുടെ താഡ് മിസൈൽ സംവിധാനം പൂർണ്ണമായും തകർന്നെന്ന വാർത്തകൾ പുറത്തു വരുന്നു. മറ്റ് അറബ് രാജ്യങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എത്രമാത്രം തകർന്നു എന്നുള്ള വാർത്ത പുറത്തു വരാൻ ഇരിക്കുന്നതേയുള്ളൂ. ചുരുക്കത്തിൽ അമേരിക്ക യുദ്ധത്തിൽ പിന്നോട്ട് പോകുന്ന വാർത്തയാണ് നാം കേൾക്കുന്നത്.